ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ NMMSC കോച്ചിങ്. സോ നമ്മൾ NMMSC ഇങ്ങനെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉഷാറായിട്ട് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഫിസിക്സിൽ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഹീറ്റ് അഥവാ താപം, മലയാളം എഴുത്തിലൂടെ താപം എന്നൊക്കെ പറയും. ഓക്കെ, സോ ഈ ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണൂല. ഇത് നിങ്ങളെ USS മുന്നേ USSന് പ്രിപ്പയർ ചെയ്ത പോലെ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. സോ കൂടുതൽ കാര്യങ്ങളൊന്നും എന്തില്ല, പഠിക്കാനില്ല. ഓക്കെ, വളരെ എളുപ്പമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ ലോവസ്റ്റ് ടെമ്പറേച്ചർ തിയറിറ്റിക്കലി പോസിബിൾ ഈസ്, സൈദ്ധാന്തികമായ ഏറ്റവും താഴ്ന്ന താപനില. ഓക്കെ, നമുക്കറിയാം ടെമ്പറേച്ചർ കുറവാന്ന് പറഞ്ഞാൽ തണുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്, ടെമ്പറേച്ചർ കൂടിയാൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തണുക്കുന്നതിന് ഒരു പരിധിയില്ലേ. ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ താപനില ഏതാണെന്ന് ചോദ്യം. -273 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി ഫാരൻഹീറ്റ്, 273 കെൽവിൻ, -273 കെൽവിൻ. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇത് കൺഫ്യൂസ് ചെയ്തിട്ട് പലരും തെറ്റിക്കും. ഓക്കെ, അതിന് നിങ്ങൾ മനസ്സിലാക്കിയേക്കേണ്ടത് നമ്മൾക്ക് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ താപം അളക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് മെഷേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. ഓക്കെ, സോ മെയിൻ ആയിട്ട് 3 സ്കെയിൽസ് ആണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാ? കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. ഓക്കെ, സോ നമ്മൾ 3 ആൾക്കാരായി പഠിച്ചു വെക്കണം. ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെഷർമെന്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? മീറ്റർ, സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, മീറ്റർ, സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി 3 ആൾക്കാർ യൂസ് ചെയ്യും. കെൽവിൻ, സെൽഷ്യസ്, ഫാരൻഹീറ്റ്. നമ്മൾ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ കെൽവിൻ ആണ് നമ്മൾ SI യൂണിറ്റ്. ഓക്കെ, കൂടാതെ സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെൽഷ്യസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോ ഇനി ഈ സ്കെയിൽ ഏറ്റവും ചെറിയ അളവുണ്ട്, ഏറ്റവും മാക്സിമം അളവുണ്ട്. സോ ഇവർ തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് പഠിക്കണം. ഓക്കെ, സോ നമ്മൾ കെൽവിൻ സ്കെയിൽ ആണെങ്കിൽ ഏറ്റവും ചെറിയ അളവ് 0 കെൽവിൻ ആണ്. 0 കെൽവിൻ ആയിട്ട് താഴെ പോകാൻ പറ്റില്ല. ഓക്കെ, 0 കെൽവിൻ ആണ്. പിന്നെയോ വാട്ടർ ബോയിൽ ചെയ്യുന്നത് പറഞ്ഞാൽ 373 കെൽവിൻ ആണ്. നമുക്കറിയാം വാട്ടർ ബോയിൽ ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇവിടുന്ന് കമ്പാരിസൺ നമുക്ക് കിട്ടി. 100 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 373 കെൽവിൻ ആണ്. അതായത് ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ ഒരു 273 കൂട്ടിയാൽ നമുക്ക് കെൽവിൻ സ്കെയിൽ കിട്ടും. ഓക്കെ, ഇനിയോ സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സെൽഷ്യസ് സ്കെയിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്നാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സോ -273 ഡിഗ്രി സെൽഷ്യസിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയില് -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, സോ ഫാരൻഹീറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കമ്പാരിസൺ പഠിച്ചിട്ട് പോകണം. അതായത് നിങ്ങൾക്ക് കെൽവിനിൽ ഒരു ടെമ്പറേച്ചർ തന്നാൽ, ഓക്കെ, നിങ്ങളോട് ഫാരൻഹീറ്റിൽ കാണാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ സെൽഷ്യസിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു നോക്കണം. C/5 is equal to F-32/9 is equal to K-273/5. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ, ഹീറ്റ് എന്നുള്ള ടോപ്പിക്കിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മളെ ടെമ്പറേച്ചർ കൺവേർഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യം മറ്റേ കാര്യം എന്താണെന്ന് നമ്മൾ പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയും, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് പറയുകയാണെ 10 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിൽ എത്ര ആവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം? 10 divided by 5 is equal to കെൽവിൻ മാത്രം എടുക്കാം. K-273/5 എന്ന് എഴുതാം. ഓക്കെ, സോ ഈ 5 കട്ടാവും. നമുക്ക് വേണമെങ്കിൽ K-273 എഴുതാം. സോ കെൽവിനിൽ ആ 273 ഇങ്ങോട്ട് വരും. K is equal to 283 എന്ന് വരും. ഓക്കെ, 283 കെൽവിൻ. അതായത് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 253 കെൽവിൻ ആണ്. ഓക്കെ, ഇനി ഫാരൻഹീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 42 ഫാരൻഹീറ്റ് കെൽവിനിൽ എത്ര ആവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം? Fന് 42 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഈ ലിമിറ്റ്സ്, ഓക്കെ, സോ ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് ഫാരൻഹീറ്റിന്റെ കാര്യത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. സെൽഷ്യസും കെൽവിനും മറന്നു പോകരുത്. ഓക്കെ, സോ അതുപോലെ എന്ത് ചെയ്യില്ല, സെൽഷ്യസിന് ഡയറക്ട്ലി നമുക്ക് എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് ഡയറക്ട്ലി ഫാരൻഹീറ്റിലോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു കൺവേർഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു കൺവേർഷൻ യൂസ് ചെയ്യണം, മറന്നു വരരുത്. ഓക്കെ, ഇനി ഏറ്റവും സൈദ്ധാന്തികമായ ഏറ്റവും ചെറിയ താപനില നമുക്ക് പറയാം -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിൻ. ഓക്കെ, ഒന്നെങ്കിൽ 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, സോ ടെമ്പറേച്ചർ കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഈസ്, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം സംപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ഞാൻ പറഞ്ഞു താപം അല്ലെങ്കിൽ ഹീറ്റിൽ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ടെമ്പറേച്ചർ കൺവേർഷൻ, ഒന്ന് നമ്മളെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ഒരാൾ ചൂടാക്കിയാൽ അല്ലെങ്കിൽ ഇയാൾ ചൂടാക്കിയാൽ എങ്ങനെയൊക്കെ ഹീറ്റ് നമ്മൾ അന്തരീക്ഷത്തിലോട്ട് ട്രാവൽ ചെയ്യും, ഇവിടുന്ന് അവിടെ എത്തും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പഠിക്കാനുള്ള 3 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
ഏതൊക്കെയാടാ നിങ്ങൾ പഠിച്ചു തോർക്കണം? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ ചാലനം, കൺവെക്ഷൻ സംവഹനം, റേഡിയേഷൻ വികിരണം. ഓക്കെ, മലയാളം മീഡിയത്തിലുള്ളവർക്ക് ചാലനം, സംവഹനം, വികിരണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ആക്ച്വൽ കോണ്ടാക്റ്റ് ആണ് നമ്മളിവിടെ എന്തുണ്ടാകുന്നത്? ബൈ കോണ്ടാക്റ്റ് ആണ് നമ്മളിവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഞാനിവിടെ ചൂടാക്കിയാൽ ഇവിടെ നിന്ന് എന്താണ് ആ ചൂട് ഇങ്ങനെ തട്ടിയിട്ട് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെ മോളിക്യൂൾസ് ഇങ്ങനെ പാസ് ചെയ്താണ് അവിടെ എത്തുന്നത്. ഓക്കെ, നിങ്ങളിവിടെ ചൂടാക്കിയാൽ എന്തുണ്ടാവും? ഈ ടിപ്പിൽ കുറച്ച് ഞാൻ ഇവിടെ ചൂടാവും. കാരണം എന്താ? ഈ ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, അപ്പോൾ ഈ മോളിക്യൂൾസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവാം. ഓക്കെ, പക്ഷേ ആക്ച്വലി അവിടെ നിന്നില്ല, മോളിക്യൂൾസ് ചലിക്കുന്നില്ല, മോളിക്യൂൾസ് ഇങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെ ചൂടായി, ഇനി കുറച്ച് നീ എടുത്തോ, ഇനി ഇവിടെ നീ എടുത്തോ, അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകണേ. ഞാൻ ഇവിടുന്ന് മാറുന്നില്ല. ഓക്കെ, മാറുന്നത് ഇതിലാണ്, സംവഹനത്തിലാണ് അല്ലെങ്കിൽ കൺവെക്ഷനിലാണ്. ഓക്കെ, കൺവെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡ്സിലാണ് കൂടുതൽ നടക്കാം. ഓക്കെ, ലിക്വിഡ്സിൽ. ഓക്കെ, എങ്ങനെയാ ഇവിടെ നോക്കി, ഇവിടെ ചൂടാക്കിയാൽ അടിയിൽ ഉള്ള മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് പെട്ടെന്ന് ചൂടാവും. സോ ചൂടായ ആൾക്കാരെ മുകളിലോട്ട് പോകും. ഓക്കെ, ചൂടുള്ള ആൾക്കാരെ മുകളിലോട്ട് പോകും. അപ്പോൾ ചൂടുള്ള ആൾക്കാർ എത്തി മുകളിലെത്തി. സോ മുകളിലുള്ള തണുപ്പുള്ള ആൾക്കാർ താഴോട്ട് വരും, പിന്നെ ഇവർ ചൂടാവും, സോ മുകളിലോട്ട് പോകും. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് പറയും? കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം. മലയാളം മീഡിയത്തിലുള്ള സംവഹനം. ഓക്കെ, കണ്ടക്ഷൻ നമ്മൾ പറയും ചാലനം. ഓക്കെ, ചാലനം ബൈ ആക്ച്വൽ കോണ്ടാക്ട്. ഇവിടെ നമ്മൾ മോളിക്യൂൾസ് യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചലിക്കുന്നില്ല, ഇവിടെ ചലിക്കുന്നുണ്ട്, സംവഹനം. പിന്നെ മീഡിയം ഒന്നും വേണ്ടാതെ ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന വേസ് നമ്മൾ പറയും റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. എക്സാമ്പിൾ, സൂര്യന് ചൂട് നമ്മൾ എടുത്തുന്നത് അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, സോ റേഡിയേഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ചാലനം, സംവഹനം, വികിരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. The mode of heat transfer by the actual movement of molecules in liquids and gases. ഓക്കെ, ഞാൻ പറഞ്ഞു ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നത് സംവഹനത്തിലാണ്. ഓക്കെ, സംവഹനത്തിലാണ് അല്ലെങ്കിൽ കൺവെക്ഷനിലാണ്. യഥാർത്ഥത്തിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്നത്. ഓക്കെ, ചാലനം വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല, ചൂട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകണം. ഓക്കെ, ഹീറ്റാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നീ എടുത്തോ, ഞാൻ കുറച്ച് ചൂടായി, നീ എടുത്തോ, അങ്ങനെ പോകുന്നത്. ഓക്കെ, മറ്റെടുത്തോ അങ്ങനെയല്ല, ഞാൻ ചൂടായി, അങ്ങനെയാണെങ്കിൽ ഞാൻ മുകളിലോട്ട് പോട്ടെ. ഓക്കെ, മോളിക്യൂൾസ് ഇങ്ങനെ, വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ സംവഹനം, ചാലനം, വികിരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ തെർമൽ ഫ്ലാസ്ക് യൂഷ്വലി യൂസ് ടു പ്രിവെന്റ് ഹീറ്റ് ലോസ് ബൈ. തെർമോ ഫ്ലാസ്ക് സാധാരണയായി. ഓക്കെ, നമുക്കറിയാം തെർമോ ഫ്ലാസ്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്ലാസ്ക്. ഓക്കെ, സോ അതിൽ ചിന്തില്ല, ചൂട് പോകുന്നില്ല. കാരണം എന്താ? അവിടെ ചൂട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ തടയപ്പെടുന്നു. ഓക്കെ, കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും ഒന്നും അവിടെ നടക്കുന്നില്ല. ഓക്കെ, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ചാലനം, സംവഹനം, വികിരണം എന്നിവ വഴിയുള്ള താപനഷ്ടം കുറക്കുന്നു. ഓക്കെ, കുറക്കുന്നു. എങ്ങനെയാടാ? നിങ്ങൾ എന്താണ് USSനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു ഫ്ലാസ്കിൽ, ഒരു തെർമൽ ഫ്ലാസ്കിൽ കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും തടയുന്നത്? ഓക്കെ, ഇവിടെ ഒരു കോർക്ക് ഉണ്ടാവും. ഓക്കെ, മുകളിൽ ഒരു കോർക്ക് ഉണ്ടാവും. അത് കൺവെക്ഷൻ തടയും. ഓക്കെ, കൺവെക്ഷൻ തടയും. കോർക്ക് നമ്മൾ കൺവെക്ഷൻ തടയും. പിന്നെ ഇവിടെ ഒരു വാക്വം ഉണ്ടാവും. ഓക്കെ, സോ ആ സ്റ്റീൽ ബോഡി നമ്മളെ പുറത്തുള്ള ഒരു ബോഡി തമ്മിലുള്ള ഒരു ചെറിയൊരു വാക്വം ഉണ്ടാവും. അതെന്ത് ചെയ്യും? അത് നമ്മളെ കണ്ടക്ഷൻ തടയും. ഓക്കെ, പുറത്തേക്ക് സ്റ്റീൽ ബോഡി ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവില്ല. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ കണ്ടക്ഷൻ നടക്കും. സോ കണ്ടക്ഷൻ തടഞ്ഞു, നമ്മളെ കൺവെക്ഷൻ തടഞ്ഞു. പിന്നെയോ റേഡിയേഷൻ തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വാൾസിനൊരു സിൽവറി സർഫസ് കൊടുക്കും. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോയാൽ മതി തെർമൽ ഫ്ലാസ്ക് എങ്ങനെയാണ് കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും തടയുന്നതെന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ അതുപോലെ അല്ലായിരുന്നു. ക്വസ്റ്റ്യൻ തെർമൽ ഫ്ലാസ്കിൽ ഏതൊക്കെ മെത്തേഡ്സ്, എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിന്റെ മെത്തേഡ്സ് ഏതൊക്കെ തടയുന്നു എന്നുള്ളതാണ് ചോദ്യം. സോ 3 മെത്തേഡും തടയണം, എന്നാലേ ആ ഒരു ഹീറ്റ് പോകാതിരിക്കുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബോഡി ടെമ്പറേച്ചർ ആസ് പെർ COVID-19 പ്രോട്ടോകോൾ? ഏത് തരം കിരണങ്ങളാണ് COVID-19 മാനദണ്ഡം അനുസരിച്ച് താപനില അളക്കുന്നതിനായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ എന്തുണ്ടാവും, ഒരു തെർമൽ ഗൺ പോലുള്ള ഒരു തോക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നൊരു ചുവപ്പ് റേ വരും, നമ്മളെ തലയിൽ തട്ടും. എന്നിട്ടാണ് നമ്മൾ ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, നമുക്ക് പനി ഉണ്ടോ ഇല്ല എന്നൊക്കെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇൻഫ്രാറെഡ് റേസ് ആണ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? പുറപ്പെടുവിച്ചിട്ട്. സോ നമ്മൾ നല്ല ടെമ്പറേച്ചറുള്ള ആളാന്ന് വെച്ചോ. ഓക്കെ, സോ ഇവിടെ ഇയാൾ പനിയുള്ള ആളാണ്. സോ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡി എന്തോ ആവട്ടെ, ഹീറ്റുള്ള ഒരാൾ എന്ത് ചെയ്യും? ഇൻഫ്രാറെഡ് റേസ് ആയിട്ട് ഹീറ്റ് ഇങ്ങനെ പുറത്തോട്ട് വിട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ബഹിർഗമിക്കും. ഓക്കെ, അല്ലെങ്കിൽ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഈ സാധനം എന്ത് ചെയ്യും? നമ്മളെ ഇവിടെ ഒരു തെർമൽ ഡിറ്റക്ടർ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഗണ്ണിൻ്റെ ഉള്ളിൽ, ഈ ഗണ്ണിൻ്റെ ഉള്ളിൽ തെർമൽ ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും. സോ ഇവർ ഇൻഫ്രാറെഡ് റേസ് ആയിട്ട് സ്വീകരിക്കും. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ലെൻസ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
സോ ഈ കുറേ റേസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ലെൻസ് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നിർത്തും. ഈ ഡിറ്റക്ടേഴ്സ് ഈ ഒരു ഇൻഫ്രാറെഡ് റേസിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതൊരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ ആയിട്ടാണ് നമ്മളെ ആ ഒരു ഇതിൽ കാണാം. ഓക്കെ, നിങ്ങളെ ആ ഒരു സ്ക്രീനിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സിംപ്ലി മനസ്സിലാക്കി വെക്കുക, ഹീറ്റുള്ള ഒരു ഒബ്ജക്റ്റ് ഇൻഫ്രാറെഡ് റേസ് എമിറ്റ് ചെയ്യും, ബഹിർഗമിക്കും. സോ ആ ഒരു ഇൻഫ്രാറെഡ് റേസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഒരാൾക്ക് എത്ര പനിയുണ്ട് അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചറിലാണ് അയാളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, COVID-19 പ്രോട്ടോകോളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസിനെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗൺസ് ഒക്കെ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The heat transfer from an electric bulb fixed on the roof of a room is transmitted to the floor by the process of. മുറിയുടെ മേൽക്കൂരയിലുള്ള വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴേക്ക് പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? ഞാൻ പറഞ്ഞു റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. വികിരണം വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അവിടെ എന്തില്ല, ഒരു മീഡിയം ഇല്ല, അവിടെ കൺവെക്ഷൻ നടക്കോ ഇല്ല, അവിടെ കണ്ടക്ഷൻ നടക്കോ ഇല്ല. ഓക്കെ, സോ അവിടെ നടക്കുന്നത് റേഡിയേഷൻ ആണ്, വികിരണമാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ആയിട്ടാണ് താഴോട്ടെത്തുന്നത്. നമ്മൾ സൗണ്ട് വേവ്സിലൊക്കെ പഠിക്കും, അല്ലെങ്കിൽ സൗണ്ട് എന്താണ്, സൗണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ. സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ്. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ നമുക്ക് മീഡിയം വേണം, പക്ഷെ ലൈറ്റ് എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്ത് വേണ്ട, മീഡിയം വേണ്ട. സോ ഇൻഫ്രാറെഡ് വേവ്സ് പോലുള്ള ഈ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ഒക്കെ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോ അവർക്ക് ട്രാവൽ ചെയ്യാൻ ഹീറ്റ് എന്ത് വേണ്ട, മീഡിയം വേണ്ട. സോ റേഡിയേഷൻ, വികിരണം. ഓക്കെ, ഇവിടെ ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വികിരണം നടക്കുന്നത്. ഓക്കെ, യെസ്, റേഡിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സോളിഡ്സ് ദ ഹീറ്റ് ട്രാൻസ്ഫർ takes place from hotter end to the colder end by. ഖരവസ്തുക്കളിൽ ചൂട് കൂടിയ ഭാഗത്തു നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ വഴിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, നിങ്ങൾ USSന് പഠിച്ചപ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ചാലനം, സംവഹനം, വികിരണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമ്മളെ ടെമ്പറേച്ചർ കൺവേർഷൻസും. ഓക്കെ, മറന്നു പോരുത്. ഓക്കെ, സോ ഇത് മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്യും, പക്ഷേ നിങ്ങൾ എക്സാം വേണ്ടി വീഡിയോസ് കാണുന്നവരെ ഇതും കൂടി പഠിച്ചിട്ട് പോകാം. ഓക്കെ, സോ ഇവിടെ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൂടുതൽ ആൾക്കാർ ആൻസർ ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ നിങ്ങൾ അത് ആൻസർ ഓർത്ത് വെച്ചിട്ട് പോവാ, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ. എ ലബോറട്ടറി തെർമോമീറ്റർ വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ്. ലബോറട്ടറി തെർമോമീറ്ററിന്റെ പ്രവർത്തന അടിസ്ഥാനം. ഓക്കെ, ഒരു തെർമോമീറ്റർ എന്താ നമുക്കറിയാം, ടെമ്പറേച്ചർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ഡിവൈസ് ആണ് തെർമോമീറ്റർ. ഓക്കെ, നമ്മൾ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി, പനിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ ഒരു തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ത്വക്കിലും പിന്നെ നമ്മളെ നാവിലും ഒക്കെ എവിടെയാണോ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് ഈ സാധനം വെക്കും. ഓക്കെ, സോ അവിടെ എന്തുണ്ടാകുന്നത് ലിക്വിഡിൻ്റെ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തെർമൽ ഇതിനുള്ളിൽ എന്തുണ്ട്, ലിക്വിഡ് ഉണ്ട്. ഓക്കെ, മെർക്കുറി എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യും. നമുക്കറിയാം, അറിയുന്നതാണ് അല്ലേ, ഒരു എന്താണ് ലിക്വിഡിന് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താൽ എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എക്സ്പാൻഷൻ. സോ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിന് പെർഫെക്റ്റ് ഒരു ലിക്വിഡാണ് ആരെ, നമ്മളെ മെർക്കുറി. സോ മെർക്കുറി ഒക്കെയാണ് നമ്മൾ ചില തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. സോ എബിലിറ്റി ഓഫ് ലിക്വിഡ് ടു കൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ്, സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകത്തിന്റെ കഴിവാണ് നമ്മൾ തെർമോമീറ്ററിലെ അല്ലെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്ററിലെ അല്ലെങ്കിൽ ലബോറട്ടറി തെർമോമീറ്ററിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യാനും കൺട്രാക്ട് ചെയ്യണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. സോ നമുക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ഹീറ്റിന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില. ഇതെന്ത് ചെയ്യാം, നിങ്ങളെ ആൻസർ കമന്റിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ വളരെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഫിസിക്സ് നിങ്ങളെ NMOC കോച്ചിങ് ഇവിടെ തീരുന്നു. ഓക്കെ, സോ ഇത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലാസ്റ്റ് പോർഷൻ ആയിരുന്നു. നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മുന്നേ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരുന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ഇനി എക്സാം എഴുതാം. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റും മാറ്റൊക്കെ അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. മാറ്റൊക്കെ നമുക്ക് പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പേപ്പർ മൊത്തം മാറ്റാണ്. ഓക്കെ, സോ മാത്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റും പഠിക്കുക. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.